ആൾക്കൂട്ടക്കൊല 2014 മുതൽ തന്നെ വ്യാപിക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിക്ക് തന്നെ ഒരു ഘട്ടത്തിൽ അതിനെ അപലപിക്കേണ്ടി വന്നു. RSS മേധാവി അതിനെ അപലപിക്കുന്നു. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ അത് കെട്ടടങ്ങിയെന്ന് തോന്നിയത് വീണ്ടും ഈ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറ്റതിനെ തുടർന്ന് വ്യാപിക്കുന്നു എന്ന് തോന്നലുണ്ടാക്കുന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ. എന്തുകൊണ്ടാകാം ഇത്? ഈ 2014 ശേഷം മാത്രം ഈ രാജ്യത്ത് ഉണ്ടായ ഒരു പ്രത്യേക പ്രതിഭാസമാണ് ഈ ആൾക്കൂട്ട ആക്രമണവും ആൾക്കൂട്ട കൊലപാതകവും എന്നുള്ള മീഡിയ വണ്ണിൻ്റെയും അജിംസിൻ്റെയും ആ കണ്ടുപിടുത്തത്തിനെ ഞാൻ ബഹുമാനിക്കുന്നു. അതുമാത്രവുമല്ല, കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ ഈ ഒരേ കുറ്റകൃത്യം ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോ നടക്കുമ്പോൾ അത് വർഗീയ ഫാസിസ്റ്റ് പ്രവൃത്തിയും കേരളത്തിൽ നടക്കുമ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവമായി മാറുന്നതുമായ ആ ഒരു പ്രതിഭാസവും ഇവിടെ കാണുന്നുണ്ട്. അതിനെപ്പറ്റി ISROയോ നാസയോ അങ്ങനെയുള്ള വലിയ വലിയ ഏജൻസികളുടെ ഒരു പ്രത്യേക ഗവേഷണം നടത്തുന്നതാണ് എന്തുകൊണ്ടാണ് ഈ പ്രതിഭാസത്തിന് രണ്ട് സ്ഥലങ്ങളിൽ ഈ വ്യത്യാസം വരുന്നത് എന്നുള്ളതിനെപ്പറ്റി. കാരണം ഇവിടെ ഒരു ആദിവാസിയെ ഒരു ഇത്തിരി ഭക്ഷണം, മാനസിക പ്രശ്നമുള്ള ഒരു ആദിവാസി ഇത്തിരി ഭക്ഷണം മോഷ്ടിച്ചതിന് കെട്ടിയിട്ട് തല്ലിക്കൊന്ന ഈ നാട്ടിൽ ആ കേസ് നടത്താൻ പോലും സർക്കാരിന് പൈസ ഇല്ലായിരുന്നു. ഒടുവിൽ ആ പ്രതികളെ മുഴുവൻ എന്താ ചെയ്തത് നമ്മൾ കണ്ടതാണത്. അങ്ങനെ 140 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇത്രയും വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യത്ത് അവിടെ കുറ്റകൃത്യങ്ങളും ഉണ്ടാവും, കുറ്റകൃത്യങ്ങളുണ്ട്. അല്ലെങ്കിൽ എല്ലാ കുറ്റകൃത്യങ്ങളും ഇല്ലാത്ത മാവേലി നടന്നു അല്ലല്ലോ. ഷാബു പ്രസാദ്, എൻ്റെ ക്വസ്റ്റ്യൻ്റെ ഉദ്ദേശം അതല്ല. ഇന്ത്യയിൽ ഒരിടത്തും കുറ്റകൃത്യങ്ങൾ നടക്കുന്നില്ല, കേരളത്തിൽ നടക്കുന്നില്ല എന്നുള്ളതല്ല എൻ്റെ ക്വസ്റ്റ്യൻ. 2014 ശേഷം ഈ പറയുന്ന മോബ് ലിഞ്ചിങ് എന്ന പ്രത്യേക ക്രിമിനൽ കുറ്റം വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പുതിയ ഈ IPC പരിഷ്കരിച്ച് പുറത്തിറക്കിയ ഭാരതീയ ന്യായ സംഹിതയിൽ അതിനുവേണ്ടി തന്നെ പ്രത്യേകമായൊരു വകുപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ടാണ്, അത് വർദ്ധിക്കുന്നതുകൊണ്ടാണ് സുപ്രീം കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അതിനൊന്നും കണ്ടടച്ചിട്ടാക്കിയിട്ട് കാര്യമില്ല. മറ്റൊന്ന്, ഒരു നിമിഷം ഷാബു പ്രസാദ്, ഒരു നിമിഷം. ഈ മധുവിനെ കൊന്ന കേസിൽ, അട്ടപ്പാടിയിൽ മധുവിനെ കൊന്ന കേസിൽ കേസ് നടത്താൻ സർക്കാർ വൈമുഖ്യം കാണിക്കുന്നത് ശരിയാണ്. അതിനെ നമ്മളുൾപ്പെടെ, മീഡിയ വൺ ഉൾപ്പെടെ തുറന്നു കാട്ടിയിട്ടുണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പ്രസ്താവന പുറത്തു വന്നതാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ അലിഗഡിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരാളെ തല്ലിക്കൊന്നിട്ട് ആർക്കെതിരെയും കേസില്ലെന്ന് മാത്രമല്ല, തല്ലിക്കൊല്ലപ്പെട്ട ആൾക്കെതിരെ കൊള്ള നടത്തിയെന്ന് കേസെടുത്തിരിക്കുകയാണ് UP പോലീസ്. ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അല്ല, അത് ഞാൻ അജിംസിനെയും ഞാൻ നിങ്ങളുടെ വാദത്തിനെ, നിങ്ങളുടെ സ്റ്റാൻഡിനെ ഞാൻ എൻഡോസ് ചെയ്യുകയാണെന്നേ. 2014 ശേഷം മാത്രം ഉണ്ടായ ഈ മോബ് ലിഞ്ചിങ് എന്ന ഈ പ്രത്യേക പ്രതിഭാസം, ഈ ലോകത്ത് ആദ്യമായി സംഭവിക്കുന്ന ഒരു കുറ്റകൃത്യം 2014 ശേഷം എന്നെ പരിഹസിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലാവും. 2014 ശേഷം ഈ കുറ്റകൃത്യത്തിന്റെ എണ്ണത്തിൽ വർധനവുണ്ടായെന്ന് ഞാൻ പറയുന്നതല്ല, സുപ്രീം കോടതി കണ്ടെത്തിയതാണ്. സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടാണ് കേന്ദ്ര സർക്കാർ ഒരു പുതിയ നിയമം ഭാരതീയ ന്യായ സംഹിതയിൽ കൊണ്ടുവന്നത്. അങ്ങ് എത്ര വിരുദ്ധോക്തിയിൽ എന്നെ പരിഹസിക്കാൻ ശ്രമിച്ചാലും വസ്തുത അതല്ലാതാവുന്നില്ല. അജിംസെ, ഞാൻ നിങ്ങളുടെ ആ സ്റ്റാൻഡിനെ ഞാൻ കുറച്ചുകൂടി അപ്പുറത്ത് കൂടുകയല്ല ചെയ്തിട്ടുള്ളത്. 2014 ശേഷം, അതിനു മുമ്പ് ഇങ്ങനൊരു സംഭവമേ ഇല്ല. അങ്ങനെയുള്ള സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. ഇത് തന്നെയാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. എണ്ണത്തിൽ വർധനവുണ്ടായത് ഞാനല്ല പറയുന്നത്, സുപ്രീം കോടതി പറഞ്ഞതാണ്. സുപ്രീം കോടതി പറഞ്ഞിട്ടാണ് സർക്കാർ പുതിയ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് വസ്തുതയാണ്. നിങ്ങൾ കണ്ണടച്ചാൽ 2014 ശേഷം ഈ രാജ്യത്ത് ഈ മോബ് ലിഞ്ചിങ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ മാത്രമല്ല വർധനയുണ്ടായിട്ടുള്ളത്. ഈ രാജ്യത്തെ ജനസംഖ്യ 120 നിന്ന് 140 കോടി എത്തിയിട്ടുണ്ട്. ഈ രാജ്യത്തെ BSE സെൻസെക്സ് 25,000 നിന്ന് 75,000 ആയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഈ രാജ്യത്തെ അതിന്റെ നമ്പേഴ്സിലും ക്വാണ്ടിറ്റിയിലും മാറ്റം ഉണ്ടായിട്ടുണ്ട്. 2014 ശേഷം ഉണ്ടായ ജനസംഖ്യാ വർധനവിന്റെ നിരക്ക്, 2014 ശേഷം BSE സെൻസെക്സിന്റെ വളർച്ചാ നിരക്ക്, 2014 ശേഷമുള്ള ഈ ആൾക്കൂട്ടക്കൊലകളുടെ നിരക്ക്, ഇതിനെ കമ്പയർ ചെയ്ത് അങ്ങ് പറയുന്നത് ഏതിന്റെ നിരക്കാണ് വർധനവാണ് കൂടുതൽ? അല്ല, ഇനിയിപ്പം ഓരോന്ന് എണ്ണിപ്പിറക്കി പറയാനൊന്നും എനിക്ക് ഇവിടെ സമയമൊന്നുമില്ല. നമുക്ക് അതോടൊപ്പം പെട്രോളിന്റെ വില വർധനയൊക്കെ കൂട്ടാൻ വേണ്ടി അങ്ങനെ വർദ്ധിച്ച കാര്യങ്ങളുടെ കൂട്ടത്തിൽ പെട്രോളിന്റെ വില വർധനയും കൂട്ടാം. ഈ കേരളത്തില് ഒരു മാസം മുമ്പ് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ, ഒരു അതിഥി തൊഴിലാളിയെ മൂവാറ്റുപുഴയിൽ തല്ലിക്കൊന്നു. കേരളത്തില് കേരളവും ഇന്ത്യയിൽപ്പെട്ടതാണ്. കേരളത്തെ ഒഴിവാക്കിയ ഒരു കണക്കല്ല ഞാൻ ചോദിക്കുന്നത്. ഈ മൂവാറ്റുപുഴയിലും കേരളത്തിലും സംഭവിക്കുന്ന ഈ ഇതുപോലെയുള്ള ആൾക്കൂട്ട ആക്രമണങ്ങളും
നിങ്ങൾ മോദിയുടെ അക്കൗണ്ടിൽ തന്നെ പെടുത്തണം എന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് എന്ത് പരിപാടി നടന്നാലും അത് മോദിയുടെ അക്കൗണ്ടിൽ തന്നെ പെടും. മോദിയാണ് പ്രധാനമന്ത്രി. മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, പാകിസ്ഥാന്റെ അല്ല. അപ്പോ അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. ഞാൻ അത്ര തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ കുറ്റകൃത്യങ്ങളും അതായത് ഒരു 2000-ന് മുമ്പ് അല്ലെങ്കിൽ 2010-ന് മുമ്പ് ഈ നാട്ടിൽ സൈബർ കുറ്റകൃത്യങ്ങൾ ഉണ്ടായിരുന്നില്ല, അന്നതില്ലായിരുന്നു. അങ്ങനെ അത് 2014-ന് ശേഷം ഇവിടെ ഈ മൊബൈൽ ഫോണുകളും അതായത് കുറ്റകൃത്യങ്ങൾക്കുള്ള സാഹചര്യങ്ങളും ഇതിനോടൊപ്പം അതായത് ഓരോ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ആ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അതിനോടൊപ്പം വിളകളോടൊപ്പം കളകളും വളരും. അതെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിന് ഈ രീതിയിലുള്ള വ്യാഖ്യാനം നിങ്ങൾ പറയുമ്പോൾ എനിക്കതിനോട് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ കഴിയുമോ ജിംസേ? 2014-ന് മുമ്പ് ഞാൻ അംഗീകരിക്കുന്നു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നരേന്ദ്രമോദി കൊണ്ടുവന്ന പുതിയൊരു ഏർപ്പാടാണ് ഈ മോബ് ലിഞ്ചിങ് അല്ലെങ്കിൽ ഈ ആൾക്കൂട്ട ആക്രമണം എന്നുള്ളത്. അത് ഞാൻ അംഗീകരിക്കുന്നു. അത് മാത്രമാണ്, അങ്ങനെ തന്നെയാണ്. ശരി, ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ 2014-ന് മുമ്പ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, 2014-ന് ശേഷം ഉണ്ടായിട്ടുണ്ട്. രാജ്യത്ത് ജനസംഖ്യ വളർന്നിട്ടുണ്ട്. ജനസംഖ്യ വളരുമ്പോൾ കുറ്റകൃത്യങ്ങൾ കൂടും. അതിന് മോദി എന്ത് ചെയ്യും എന്നാണ് ഷാബു പ്രസാദിന്റെ ചോദ്യം. അദ്ദേഹം അത് അംഗീകരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മളോട് ചോദിക്കുന്ന ചോദ്യം അതാണെന്ന് നമുക്ക് മനസ്സിലാവും. അജിൻസേ, ഞാൻ അജിൻസ് പറഞ്ഞതിനോടൊപ്പം ഇപ്പൊ തൽക്കാലം യോജിക്കുന്നില്ല. കാരണം 2014-ന് മുമ്പ് ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന് മോബ് ലിഞ്ചിങ്, ആൾക്കൂട്ട കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, ഒറ്റപ്പെട്ടായൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് നമ്മളുടെയൊക്കെ ഒരു അനുഭവവും അറിവും ഒക്കെ. പക്ഷേ ഷാബു പ്രസാദ് ഇത്രയും വ്യക്തമായിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വാദത്തിനോടൊപ്പം നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് വെച്ച് തന്നെ പറയും 2014-ന് ശേഷം മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുകയാണല്ലോ. അതിന് കാരണം എന്താ? നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കുന്നതാണ് അല്ലേ? അദ്ദേഹം പറഞ്ഞത് ഇവിടെ ജനസംഖ്യ വർദ്ധിച്ചു, അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലെ കൊള്ള നടന്നിട്ടുണ്ട്, അതിന്റെ വർധനവ് ഉണ്ടായിട്ടുണ്ട്, പെട്രോളിയം പ്രൈസിൽ വർധനവ് വന്നിട്ടുണ്ട്, മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരിപാടി, വർഗീയ കൊലപാതകങ്ങൾ, വർഗീയ അക്രമങ്ങൾ, ലഹളകൾ, അതെല്ലാം വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങളൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് എന്തിനോടാണെന്നറിയോ? ഈ സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു. കാരണം സൈബർ മേഖലയിലുള്ള സാങ്കേതിക സൗകര്യങ്ങൾ, സന്നാഹങ്ങൾ, സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചതുകൊണ്ട് സൈബർ കുറ്റങ്ങൾ വർദ്ധിച്ചു. മുമ്പ് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായില്ല. അത് തന്നെ എനിക്കും പറയാനുള്ളത്. മുമ്പ് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായില്ലെങ്കിൽ, ഇപ്പോഴുണ്ടാകുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിനെ എൻഡോഴ്സ് ചെയ്യുന്ന ഒരു സർക്കാർ ഈ രാജ്യം ഭരിക്കുന്നു. മണിപ്പൂർ പോലെ ഒരു സംസ്ഥാനം ഒരു വർഷത്തിലധികമായിട്ട് കത്തിയെരിഞ്ഞിട്ടും അവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് ഒത്താശ ചെയ്യുന്ന പോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഒത്താശ ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾ പറയുമ്പോൾ കേരളത്തിൽ ഉണ്ടായില്ലേ, മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ ഉണ്ടായിട്ടില്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഉത്തരേന്ത്യൻ സ്റ്റേറ്റിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ ഉണ്ടായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ എവിടെ ഉണ്ടായാലും അതിന് ഉത്തരവാദിത്തം പറയാൻ ബാധ്യതപ്പെട്ട ഒരു നേതാവിന്റെ പേരാണ് നരേന്ദ്രമോദി. അദ്ദേഹം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ഉത്തർപ്രദേശിന്റെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയുടെ പ്രധാനമന്ത്രിയല്ല, ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഇവിടുത്തെ യൂണിയൻ ടെറിട്ടറീസിന്റെയും സംസ്ഥാനങ്ങളുടെ മുഴുവൻ പ്രധാനമന്ത്രിയാണ്. അങ്ങനെ ഒരു പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്ന് ഇത്തരം ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോൾ, ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വേട്ട ഉണ്ടാകുമ്പോൾ, ദളിത് ആദിവാസി സ്ത്രീകൾക്കെതിരെയുള്ള വേട്ടകൾ ഉണ്ടാകുമ്പോൾ വരേണ്ട വാക്കുകൾ ഒന്നും വന്നില്ല. ഇങ്ങനെ ആൾക്കൂട്ട കൊലപാതകങ്ങളോ അക്രമങ്ങളോ നടത്തുന്ന ആളുകളെ എൻഡോഴ്സ് ചെയ്ത് അവരെ പിന്തുണയ്ക്കുന്ന നിലപാടെടുക്കുന്നത് കൊണ്ടാണ് ഇതിന് ഉത്തരവാദിത്തം നരേന്ദ്രമോദി പറയണം എന്ന് പറയുന്നത്. അല്ലാതെ നരേന്ദ്രമോദി പറയുന്നതിന് പകരം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയോടോ ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയോടൊക്കെ ചോദിക്കാൻ പറ്റും നമുക്ക്. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോടും ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിനോടുമാണ് ഇതിന്റെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അവരാണ് ഇതിന്റെ മറുപടി പറയേണ്ടത് അല്ലേ? ഇവിടെ ന്യായ സംഹിത എന്ന് പറഞ്ഞ ഈ രാജ്യത്തിന്റെ നിയമസംഹിതയൊക്കെ മാറ്റിമറിക്കാൻ, പേര് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഏത് സംഹിതയിലും ഏത് നിയമമായാലും ആ നിയമങ്ങൾ പ്രകാരം ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകൾക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് കൂടി പറയണ്ടേ? ഇവിടെ ഒരാള് ബീഫ് ഉപയോഗിച്ചു എന്നതിന്റെ പേരിൽ ആൾക്കൂട്ട കൊലപാതകം നടത്തുന്നു, പശുവിനെ വിൽക്കാൻ കൊണ്ടുപോകുന്നു എന്നുള്ള പേരിൽ അയാൾ ആൾക്കൂട്ടം കൊലപാതകം ചെയ്യുന്നു. ഇവിടെ ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് വല്ല നിയമമുണ്ടോ? ഇവിടെ പശുവിനെയും പോത്തിനെയും വിൽക്കാൻ പാടില്ല എന്ന് വല്ല നിയമമുണ്ടോ? അപ്പൊ നിങ്ങൾ തീരുമാനിക്കുകയാണ് ആരെ കൊല്ലണമെന്ന്. അത് കൊന്നു കഴിയുമ്പോൾ അതിനൊരു വേറൊരു വേർഷൻ കൊണ്ടുവരാണ്. അയാൾ ബീഫ് കഴിച്ചു, അല്ലെങ്കിൽ അയാൾ പോത്തിനെ കടത്തി, അല്ലെങ്കിൽ അയാൾ പശുവിനെ കൊണ്ടുപോയി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ തീരുമാനിക്കണം. ആളുകൾ കൊല്ലുന്നു ആദ്യം, കൊലപാതകം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാണ്, സാഹചര്യം ഇങ്ങനെയായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ബീഫ് കടത്തിയാൽ, അല്ലെങ്കിൽ ബീഫ് കഴിച്ചാൽ, അല്ലെങ്കിൽ പശുവിനെ കൊണ്ടുപോയാൽ, പോത്തിനെ കൊണ്ടുപോയാൽ കൊല്ലാം എന്നുള്ള ഒരു വ്യവസ്ഥിതി ഈ രാജ്യത്ത് ബെങ്കൻ ധാരണ വരുത്തി വയ്ക്കുന്നത് BJPയും RSSും ഈ രാജ്യത്തെ ആളുകളുടെ ഇടയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു പൊതുബോധത്തിന്റെ ഭാഗമാണ്. അതിന്റെ ഉത്തരവാദിത്വം ഈ സർക്കാരിന് തന്നെയാണ്. അതിന് കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഇത്തരം സംഭവങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയാണ്.